ഈ ഫോർമാറ്റ് എപ്പോഴാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, റിയൽ ലൈഫിൽ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ലാലേട്ടനോ അല്ലെങ്കിൽ മമ്മൂക്ക വരുന്നത് കണ്ടു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ ഫോർമാറ്റ് റോയിലേക്ക് മാറ്റുക. എന്നിട്ട് എത്രത്തോളം ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഫോട്ടോസ് എടുത്തേക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ തിരക്കിന് ചിലപ്പം എക്സ്പോഷറോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ, വൈറ്റ് ബാലൻസോ നോക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അയാൾ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി പോകുന്ന ആ ഒരു 7 സെക്കൻഡിൻ്റെ ടൈം അല്ലെങ്കിൽ 8 സെക്കൻഡിൻ്റെ ടൈമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതൊരു ഗോൾഡൻ മൊമെൻ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം നേരെ അപ്പം ചെയ്യേണ്ട ഫസ്റ്റിൽ വേറെ ഒന്ന് ക്യാമറ ഓണാക്കി ഫസ്റ്റിൽ ഫയൽ ഫോർമാറ്റ് റോയിലേക്ക് ആക്കുക. മാക്സിമം ഫോട്ടോസ് പടപട അടിച്ചങ്ങിടുക. ഇതിലെന്തൊക്കെ അബദ്ധങ്ങളുണ്ടെങ്കിലും ഫ്രെയിമും ഫോക്കസും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃത്യമാക്കിയിട്ട് അത് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇനി തിരിച്ച് മറ്റൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളൊരു ഇപ്പോൾ എന്നെപ്പോലെ നിങ്ങളൊരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോട്ടോഗ്രാഫർ പോയിട്ട് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി എക്സ്പോസിങ്ങിന് പോയതാണ്. ഈ രണ്ട് കേസായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു കാശിൻ്റെ കണക്കും കൂടെ പറയണം. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞാൽ, എക്സ്പോസിങ് എന്ന് കേരളത്തിൽ പറയും, എക്സ്പോസിങ്ങിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 6000 രൂപ മുതൽ നല്ല ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ലൈറ്റിംഗ് യൂണിറ്റ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 15,000 രൂപയായിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പം വെറും ഒരു ക്യാമറയും കിറ്റ് ലെൻസും ഉള്ള ഒരു ഫുൾ ഫ്രെയിം ക്യാമറയും ഒരു കിറ്റ് ലെൻസും ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 3,500 രൂപയാണ് ഒരു ദിവസം കിട്ടുക. നിങ്ങൾ അതാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 3,500 രൂപയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ കല്യാണം അവിടെ പോയി ഷൂട്ട് ചെയ്തത് മൊത്തം റോ ഫോർമാറ്റിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. റോയിൽ ആണ് നിങ്ങളെല്ലാ പടങ്ങളും ഷൂട്ട് ചെയ്തത്. നിങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ ഫയൽ അവർക്ക് കൊടുക്കുമ്പോൾ അവർ നിങ്ങളോട് പറയും ഇത് റോയിലാണ്, ഇതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ട് JPEG ആക്കി തരണമെന്ന്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ശമ്പളമാണ് അവർ തരുന്നത് 3,500 രൂപ. നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾ രണ്ടാമത്തെ ദിവസം ഫുള്ള് ഇരിക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമാണ് 3,500 രൂപ. ഇത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കത് നഷ്ടമാണ് സത്യത്തിൽ. അങ്ങനെ വരുന്ന ഒരു സമയത്ത് നിങ്ങളൊരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു ബൾക്ക് ഷൂട്ട് വരുന്ന ഒരു സമയത്ത്, ബൾക്ക് എന്ന് പറഞ്ഞാൽ 500, 600, 1000 പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ JPEG ഫോർമാറ്റിൽ തന്നെ പടങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം വരും. അതായത് ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിച്ചിറങ്ങിയ ഒരാളാണ്, അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല എനിക്ക് പടങ്ങൾ കൃത്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, റോ പ്ലസ് JPEG എന്നുള്ളത്. ഓക്കെ, ആ ഒരു സംഭവം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു റോൾസ് റോയ്സിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെ അങ്ങ് തീർന്നു പോകും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മെമ്മറി കാർഡ് തീരും. പക്ഷേ അഡീഷണൽ മെമ്മറി കാർഡ് സൂക്ഷിച്ച് വെച്ചോളുക. എന്നിട്ട് റോ പ്ലസ് JPEG ഷൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാ പടങ്ങളും നോക്കുക. ഏതെങ്കിലും പടം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, എക്സ്പോഷറോ വൈറ്റ് ബാലൻസോ ഒക്കെ പ്രശ്നം തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള പടങ്ങളെല്ലാം തന്നെ JPEG കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. ഈ അബദ്ധം പറ്റിയ എത്ര ഷോട്ടിന്, ഇപ്പോൾ ഒരു 50 ഷോട്ടിൽ അബദ്ധം ഉണ്ടെങ്കിൽ 50 എണ്ണത്തിൻ്റെ റോ ഫയൽ എഡിറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് JPEG ആക്കിയിട്ട് മറ്റേ ഫോട്ടോസിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുത്തേക്കുക. ഇപ്പം നിങ്ങളുടെ ലൈഫ് ഒരുപാട് സേവ് ചെയ്തു. കാരണം നിങ്ങളിപ്പോൾ റോയിലാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തെങ്കിൽ എല്ലാ ഇമേജും നിങ്ങൾ 2 ദിവസം ഇരുന്നിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾ റോ പ്ലസ് JPEG എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി കിട്ടിയ പടങ്ങൾ നേരിട്ട് കോപ്പി ചെയ്യാൻ പറ്റി, അബദ്ധം പറ്റിയ പടങ്ങൾ റോയിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനും പറ്റി. അതിനുശേഷം എല്ലാ പടങ്ങളും കറക്റ്റായി JPEG ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റോ കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഒരാൾ വിളിച്ചിട്ട് ഏൽപ്പിക്കുന്നതാണ്, എനിക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ 10 ഫോട്ടോ എടുത്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് അവരോട് ചോദിക്കേണ്ടത് ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ്. ഒരിക്കലും നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് അവിടെ ഷൂട്ട് ചെയ്യരുത്. അവരോട് ചോദിക്കുക റോയിൽ വേണോ JPEG വേണോ, അല്ലെങ്കിൽ രണ്ടും വേണോ, അല്ലെങ്കിൽ അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ 2 ഫോർമാറ്റിലും ഷൂട്ട് ചെയ്ത് അങ്ങ് കൊടുത്തേക്കുക. പിന്നെ മാഗസിൻ കവറിനൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി റോയിൽ ഷൂട്ട് ചെയ്യുക. കാരണം റോയിൽ ഒരുപാട് ഡീറ്റെയിൽസ് അത് രജിസ്റ്റർ ചെയ്യും, നല്ല പോലെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇപ്പം ഒരു ഫേമസ് ആയ ഒരു സ്റ്റാറിൽ ഒരു മോഡലാണ് വന്ന് പോസ്റ്റ് ചെയ്ത് തന്നതെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്
അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് കിട്ടും. അതായത് കണ്ണിൻ്റെ പുരികങ്ങളും പുരികത്തിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് തീരുമാനിക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു വൈൽഡ് ലൈഫ് ട്രെക്കിങ്ങിന് പോയി, അതായത് നിങ്ങളും ഒരു 4-5 പേരും അല്ലെങ്കിൽ ഒരു സഫാരിക്ക് പോയി. അപ്പം ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം കണ്ടു കിട്ടുന്ന ഒരു ആനിമലാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഗൈഡ് പറഞ്ഞു ബ്ലാക്ക് പാന്തർ സൈറ്റ് ഉണ്ട്, റെഡി ആയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഫയൽ ഫോർമാറ്റ് റോയിലേക്ക് മാറ്റണം. കാരണം ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഫോട്ടോസാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് റോയിൽ തന്നെ ഷൂട്ട് ചെയ്ത് വയ്ക്കണം. ഓൾറൈറ്റ്. അത് പിന്നെ അതേപോലെ ബൾക്ക് ഷൂട്ട് വരികയാണെങ്കിൽ നിങ്ങൾ JPEG എടുക്കുക. വളരെ യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അതേപോലെ നിങ്ങൾ നല്ലൊരു സെറ്റ് ഇട്ടിട്ട് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റോയിൽ തന്നെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളിപ്പം അതേപോലെ നിങ്ങളുടെ കുട്ടികളെയും കുടുംബത്തിനെയും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും റോയിൽ എടുക്കരുത്. അത് JPEG എടുക്കുക. അപ്പോൾ തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, വേണ്ടവർക്ക് ഷെയർ ചെയ്യുക. മെമ്മറി കാർഡും നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ JPEG തന്നെ ഷൂട്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. കാരണം നിങ്ങൾ നല്ലൊരു മൊമെൻറ്റ് JPEG ഷൂട്ട് ചെയ്യാൻ മെനക്കെട്ടിട്ട് ആ മൊമെൻറ്റും മിസ്സായി, ഫോട്ടോയും കിട്ടിയില്ല, നിരാശ വരും. പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു മാർക്ക് 5 ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ടൈം എടുക്കുന്ന ഫോട്ടോയിൽ ഫോട്ടോഗ്രാഫി സ്കിൽസിന് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് 10 ആയിരിക്കും. അന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയേക്കാം. പക്ഷേ മൂന്നാമത്തെ ഷോട്ടിൽ നിങ്ങളുടെ മാർക്ക് 15 ആയിരിക്കും. കാരണം അത്രയധികം കാര്യങ്ങൾ നിങ്ങളവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ റോയിൽ ഷൂട്ട് ചെയ്യുന്നത്, എൻട്രി ലെവൽ ആൾക്കാർ റോയിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു കുറ്റമാണ് എന്നൊന്നും ഞാൻ പറയില്ല. കൊമേഴ്ഷ്യലി ചിന്തിക്കുമ്പം അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആരെങ്കിലും ഫോട്ടോഗ്രാഫി വർക്കിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ റോയിൽ ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊടുത്താലും അയാൾ സേഫാണ്, അയാൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും. പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിനും പോയി റോയിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് JPEG എക്സ്പോഷർ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്യുക. പിന്നെ മിസ്സാവും, ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ള മൊമെൻറ്റ്സ് നിർബന്ധമായിട്ടും റോയിൽ തന്നെ ഷൂട്ട് ചെയ്യുക. റോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആ ഫ്രെയിമിൽ വേണ്ട എല്ലാ ഒബ്ജക്ട്സും നിങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് ഫോക്കസ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. എക്സ്പോഷറൊക്കെ ഒരു പൊടിക്ക് 0ൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, കൃത്യമായിട്ട് 0യിൽ വരണം എന്നൊന്നുമില്ല. വരുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായി വരുത്തിച്ചിട്ട് റോ എടുക്കുക കേട്ടോ. അത് തെറ്റല്ല ഞാൻ പറയുന്നത്. മീൻസ് നിങ്ങൾ തിരക്കിലാണെങ്കിൽ അത് കറക്റ്റ് 0യിൽ എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നില്ല. പിന്നെ ഫ്രെയിം ചെരിഞ്ഞു പോയാൽ അതിന് ഒരു കുഴപ്പമില്ല, അത് പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്, ഫോക്കസ് സെറ്റായിട്ടുണ്ട്. അതേപോലെ ഡെപ്ത്ത് വേണമെങ്കിൽ ഇപ്പം 2 പേര് നിൽക്കുമ്പം മുന്നിലെ ആൾ ഫോക്കസാണ്, പുറകിലെ ആൾ ഫോക്കസ് ഔട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് റോ പ്രോസസ്സിങ്ങിൽ ശരിയാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഷൂട്ടിൽ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ റോയിൽ ഷൂട്ട് ചെയ്യാം. JPEG ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് നിങ്ങളുടെ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ്, പിക്ചർ സ്റ്റൈല്, മീറ്ററിംഗ് മോഡ്സ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ JPEG ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യണം. പക്ഷേ JPEG ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സ്കിൽസ് ഡേ ബൈ ഡേ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും അവരുടെ സ്കിൽസ് നല്ല പോലെ പോളിഷ് ചെയ്തു വരാൻ ഇത് നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി അതായത് യുണീക്ക് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഷോട്ടുകളൊക്കെ നിങ്ങൾ JPEG ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് അതായത് 100 ഷോട്ട് ഒരു ദിവസം നിങ്ങൾ എടുത്തിട്ട് അതിൽ ഒരു 95 ഷോട്ട്സും ഓക്കെ ആയി കിട്ടുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് പിന്നെ ഏത് ഫോർമാറ്റിലും ഷൂട്ട് ചെയ്യാം. കാരണം അവിടെ നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും.